നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചബഹാർ തുറമുഖത്തിൽ നിന്നും ഇന്ത്യ പിന്മാറുന്നു എന്നറിഞ്ഞാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനും ചൈനയുമായിരിക്കും. കാരണം ചബഹാർ തുറമുഖത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യത്തെ ഭയപ്പെടുന്ന രണ്ട് രാജ്യങ്ങളാണവർ. 2024 ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പവകാശം ഇന്ത്യയുടെ ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഗ്ലോബൽ പോർട്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിക്കുന്നത്. 2024 മുതൽ 10 വർഷത്തേക്കാണ് കരാർ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനയും പാകിസ്ഥാനും ഈ കരാറിൽ ഏറെ അസ്വസ്ഥത അന്ന് തന്നെ പ്രകടിപ്പിച്ചിരുന്നതാണ്. കാരണം പാകിസ്ഥാൻ ഒരിക്കലും അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള ഒരു നേരിട്ടുള്ള ബന്ധം, കരമാർഗമുള്ള ഒരു ബന്ധത്തിന് ഇന്ത്യയെ അനുവദിച്ചിരുന്നില്ല. പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനെയും അതുപോലെ തന്നെ മറ്റ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യയെ അനുവദിക്കുന്ന ഒരു തുറമുഖമാണ് ചബഹാർ തുറമുഖം. ചബഹാർ തുറമുഖം ഉണ്ടെങ്കിൽ പാകിസ്ഥാനെ കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് ഇത്തരം വലിയ വ്യാപാര ബന്ധങ്ങൾ നടത്താൻ കഴിയും. മാത്രമല്ല, പാകിസ്ഥാൻ ഒരു വലിയ സുരക്ഷാ ഭീഷണി ആണ് ഈ ചബഹാർ തുറമുഖത്തിലെ ഇന്ത്യൻ സാന്നിധ്യം എന്നും അവർ കരുതിപ്പോന്നു. ചൈനയുടെയും സ്ഥിതി അതുതന്നെയാണ്. ചൈനയുടെ പാകിസ്ഥാൻ വഴിയുള്ള ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ചബഹാർ തുറമുഖം വലിയ ഭീഷണിയാകും എന്നവർ കരുതി. ചബഹാറിലൂടെ ഇന്ത്യ വ്യാപാരം മാത്രമായിരിക്കില്ല നടത്തുക. ചൈനീസ് പടക്കപ്പലുകളുടെ നീക്കങ്ങൾ അറിയാനും ഇവിടെ ഇന്ത്യയുടെ സാന്നിധ്യം കൊണ്ട് ഇന്ത്യക്ക് സാധിക്കും. അതാണ് ചൈനയും പാകിസ്ഥാനും ചബഹാർ തുറമുഖത്തിലെ ഇന്ത്യൻ സാന്നിധ്യത്തെ എതിർക്കുന്നതും ഇന്ത്യൻ സാന്നിധ്യത്വത്തിൽ അസ്വസ്ഥരാകുന്നതും. പക്ഷേ ഇപ്പോൾ ചബഹാർ തുറമുഖത്തിൽ നിന്നും ഇന്ത്യ പിന്മാറുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറാനെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള ഉപരോധങ്ങളാണ്. ഈ ഉപരോധങ്ങൾ കാരണം ഈ തുറമുഖത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളെല്ലാം ഈ തുറമുഖം ഒഴിവാക്കിയതോടെ ഇതിൻ്റെ സ്ഥാപിത ശേഷിയുടെ ഒരു 10% മാത്രമേ ഉപയോഗിക്കാൻ ഈ കാലയളവിൽ തുറമുഖത്തിന് സാധിച്ചുള്ളൂ. അമേരിക്ക ഉപരോധം കൂടുതൽ കടുപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ അമേരിക്കൻ ഉപരോധം കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. എന്നാൽ ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ച പ്രത്യേക അഭ്യർത്ഥന പ്രകാരം 6 മാസത്തേക്ക് ഉപരോധത്തിൽ ഇളവ് നൽകിയിരുന്നു. ഈ ഉപരോധത്തിൻ്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഉപരോധത്തിൻ്റെ ഇളവ് നീട്ടിക്കിട്ടാനായി ഇന്ത്യ വീണ്ടും അമേരിക്കയുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അതിൽ മറുപടി ഉണ്ടായില്ല. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു വലിയ സൈനിക സംഘർഷത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇറാന് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇറാന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഇത്തരം പദ്ധതികളിലൊന്നും ഒരു കാരണവശാലും ഇളവ് അനുവദിക്കേണ്ട എന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ രണ്ടാമത്തെ അഭ്യർത്ഥനയ്ക്ക് ചെവി കൊടുക്കാത്തതും ആ അഭ്യർത്ഥന അനുവദിക്കാത്തതും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ചബഹാർ തുറമുഖത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തന്ത്രപരമായ തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് അവകാശത്തിൽ നിന്നും 10 വർഷത്തെ കാലാവധി ഉണ്ട് എങ്കിലും ഇന്ത്യ പിന്മാറുകയാണ്. ഒരു ഇറാനിയൻ കമ്പനിക്ക് ഓഹരികൾ കൈമാറിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ ചബഹാർ തുറമുഖത്തിൽ നിന്നും പിന്മാറാൻ പോകുന്നത്. ചബഹാർ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്മാറ്റം ഒരു വലിയ നഷ്ടമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം അത് ഈ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പവകാശം കയ്യിലുണ്ടായിരുന്നാൽ അത് അതിശക്തമാകും. പക്ഷേ ഉപരോധങ്ങൾ നീക്കാതെ, കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വലിയ സംഘർഷത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചബഹാർ തുറമുഖം അടക്കമുള്ള ഇറാൻ്റെ തുറമുഖങ്ങൾ ഇപ്പോൾ അമേരിക്ക ഉപരോധിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ വലിയ സേനാവിന്യാസമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇറാൻ്റെ തുറമുഖങ്ങളിലേക്ക് ഒരു കപ്പലുകളും അടുക്കാൻ അമേരിക്ക അനുവദിക്കുന്നില്ല. ഇറാനിൽ നിന്നും കപ്പലുകൾ പുറത്തേക്ക് പോകാനും അമേരിക്ക അനുവദിക്കുന്നില്ല. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള
തരത്തിലുള്ള സൈനിക നടപടി, ആ സൈനിക നടപടിയിൽ ഒരു സമാധാന കരാറിലെത്തുക എന്നതിന് വേണ്ടി ഇറാനെ സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ്റെ സാമ്പത്തികമായി നട്ടെല്ലൊടിക്കാനുള്ള ഈ ഉപരോധം അമേരിക്ക തീർക്കുന്നത്. ഈ ഉപരോധം ഏതാണ്ട് വിജയം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചബഹാർ തുറമുഖവുമായി ഈ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ നഷ്ടം വരുത്തിവെക്കും. പാകിസ്ഥാനിൽ ചൈന വികസിപ്പിച്ചിട്ടുള്ള ഗ്വാദാർ തുറമുഖം, ഈ തുറമുഖത്തിൽ നിന്നും ഏതാണ്ട് 170 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഗ്വാദാർ തുറമുഖത്തിന് ഭീഷണിയാകും എന്നാരോപിച്ചുകൊണ്ടാണ് ചൈന ഇന്ത്യൻ സാന്നിധ്യത്തെ, ചബഹാറിലെ ഇന്ത്യൻ സാന്നിധ്യത്തെ എതിർത്തിരുന്നത്. എന്തായാലും ഈ ചബഹാർ തുറമുഖത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആ പ്രതിസന്ധിയിലായതോടുകൂടിയാണ് കൂടുതൽ നഷ്ടം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറാനിയൻ കമ്പനിക്ക് ഓഹരികൾ കൈമാറി ഇന്ത്യ ഇപ്പോൾ ചബഹാറിൽ നിന്നും പിന്മാറുന്നത്. ഇതോടുകൂടി പാകിസ്ഥാനും ചൈനയും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ഒരു വലിയ ഭീഷണി, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷാ ആശങ്ക കൂടിയായിരുന്നു മേഖലയിലെ ഇന്ത്യൻ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ അവർ സന്തോഷിക്കുകയാണ്. പക്ഷേ ഈ ആഘോഷം അധിക നാൾ നീണ്ടു നിൽക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ഉപരോധങ്ങളെല്ലാം ഒരുപക്ഷെ താൽക്കാലികമായ പ്രതിഭാസമായിരിക്കാം. സംഘർഷം അവസാനിച്ചാൽ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു സമാധാന കരാർ വന്നാൽ, അല്ലെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഇപ്പോഴത്തെ സംഘർഷങ്ങളിൽ അയവ് സാധാരണഗതിയിലുണ്ടായാൽ, കാര്യങ്ങൾ സാധാരണഗതിയിലേക്ക് തിരിച്ചു പോയാൽ ഇന്ത്യക്ക് മടങ്ങി വരാൻ സാധിക്കും. അങ്ങനെയൊരു വ്യവസ്ഥയോടുകൂടിയാണ് ഇന്ത്യ ഇറാനിയൻ കമ്പനിക്ക് ഇപ്പോൾ ഈ ഓഹരികൾ കൈമാറുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഉപരോധം മാറുകയും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ ഇനി നടത്തിപ്പവകാശം ഇന്ത്യക്ക് നൽകണം എന്ന വ്യവസ്ഥയോടുകൂടിയാണ് ഇപ്പോൾ ചബഹാർ തുറമുഖം ഇന്ത്യ ഇറാനിയൻ കമ്പനിക്ക് കൈമാറിയിരിക്കുന്നത്. മാത്രമല്ല, ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇന്ത്യ അവിടെ നിന്ന് പിന്മാറിയാൽ അവിടെ ഒരു പവർ വാക്വം ഉണ്ടാവുകയും ആ വാക്വത്തിലേക്ക് ചൈന കടന്നെത്തുകയും ചെയ്യും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ചൈനയും ഇറാനും തമ്മിൽ വലിയ സൗഹൃദത്തിലാണ്. രണ്ട് രാജ്യങ്ങളും സൗഹൃദ രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഈ ചബഹാർ തുറമുഖം, ഇന്ത്യ ഉപേക്ഷിച്ചു പോയ ചബഹാർ തുറമുഖം ഏറ്റെടുക്കാൻ കഴിയും. അമേരിക്കൻ ഉപരോധങ്ങളെ മറികടന്നുകൊണ്ട് ചൈനയ്ക്ക് അത് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇറാൻ അതിനനുവദിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്ഥാനത്തേക്ക് ചൈന കടന്നു വരുന്നത് ഈ മേഖലയിൽ ഇന്ത്യക്കും വലിയ സുരക്ഷാ വിഷയമായി മാറും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഈ കടന്നുകയറ്റം തടയാനുള്ള മാർഗങ്ങളും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് എന്നും സൂചനയുണ്ട്. ഈ മേഖലയിലേക്ക്, അതായത് ചബഹാർ തുറമുഖം ഒരു കാരണവശാലും ചൈനയ്ക്കോ ചൈനീസ് കമ്പനികൾക്കോ എത്താതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തതിന് ശേഷമാണ് ചൈന ഈ തുറമുഖത്ത് നിന്നും പിന്മാറുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ചൈനയ്ക്കും പാകിസ്ഥാനും സന്തോഷിക്കാൻ ഏറെയൊന്നുമില്ല. സാഹചര്യങ്ങൾ മാറിയാൽ, സ്ഥിതിഗതികൾ സമാധാനപരമായാൽ, അമേരിക്കൻ ഉപരോധത്തിൽ ഇളവുകൾ വന്നാൽ തീർച്ചയായും ഇന്ത്യ ചബഹാർ തുറമുഖത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് സൂചന. ചബഹാർ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്. പാകിസ്ഥാൻ്റെ പലതരത്തിലുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കാൻ, ചൈനയുടെ ഈ മേഖലയുടെ നീക്കങ്ങൾ അറിയാൻ, ഇതിനെല്ലാം ആ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധം ഇപ്പോഴുണ്ട്. ആ ബന്ധം നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചരക്ക് നീക്കങ്ങളും വ്യാപാരങ്ങളും ഒക്കെ നടക്കുന്നത് ചബഹാർ തുറമുഖത്തിലൂടെയാണ്. നടത്തിപ്പവകാശം ഇല്ല എങ്കിലും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ വ്യാപാരം ഈ തുറമുഖത്തിലൂടെ നടത്താൻ കഴിയുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഹോർമൂസ് കടലിടുക്ക് ശാന്തമാകണം. അത് ശാന്തമാകാനുള്ള എല്ലാ വഴികളും ആരായുകയാണ് ഇപ്പോൾ ഇന്ത്യ.